ക്രിക്കറ്റിലെ സെലക്ഷൻ രീതികൾ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ ആ ചോദ്യങ്ങൾക്കെല്ലാം തകർപ്പൻ പ്രകടനങ്ങളിലൂടെ മാത്രം മറുപടി നൽകുന്ന ശീലമാണ് സഞ്ജു സാംസണിനുള്ളത്. 2 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേരളത്തിന്റെ ജേഴ്സിയിൽ ലിസ്റ്റ് എ ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയ സഞ്ജു സാംസൺ അഹമ്മദാബാദിലെ മൈതാനത്ത് തീർത്തത് റൺമഴയാണ്. വിജയ് ഹസാരെ ട്രോഫിയിൽ ജാർഖണ്ഡിനെതിരെ നടന്ന മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറിയുമായി സഞ്ജു കളഞ്ഞിറങ്ങിയപ്പോൾ അത് വെറുമൊരു ബാറ്റിംഗ് പ്രകടനം മാത്രമായിരുന്നില്ല, മറിച്ച് T20 ലോകകപ്പ് ടീമിലെ തന്റെ മുഖ്യ എതിരാളിയായ ഇഷാൻ കിഷന്റെ മുന്നിൽ നടത്തിയ കരുത്തുറ്റ പ്രഖ്യാപനം കൂടിയായിരുന്നു. 95 പന്തിൽ 101 റൺസുമായി സഞ്ജു നിറഞ്ഞാടിയപ്പോൾ കേരളം കുറിച്ചത് 8 വിക്കറ്റിന്റെ ആധികാരിക ജയം. T20 ലോകകപ്പ് പടിവാതിൽക്കൽ നിൽക്കെ സഞ്ജുവിന്റെ ഈ ഫോം ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. മടങ്ങി വരവ് ആഘോഷമാക്കി സഞ്ജു. 2024 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പാളിൽ നടന്ന ഏകദിനത്തിന് ശേഷം സഞ്ജു സാംസൺ ലിസ്റ്റ് എ ക്രിക്കറ്റിൽ കളിച്ചിരുന്നില്ല. അന്ന് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ കന്നി അന്താരാഷ്ട്ര സെഞ്ചുറി നേടി ഇന്ത്യയെ ജയിപ്പിച്ച സഞ്ജു പിന്നീട് ഏകദിന ടീമിൽ നിന്ന് തഴയപ്പെടുകയായിരുന്നു. നീണ്ട 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കേരളത്തിനായി വീണ്ടും പാഡണിഞ്ഞപ്പോൾ സഞ്ജു നിർത്തിയെടുത്തു നിന്ന് തുടങ്ങുകയായിരുന്നു. ജാർഖണ്ഡിന്റെ 312 റൺസ് എന്ന വമ്പൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ കേരളത്തിന് വേണ്ടി ഓപ്പണറുടെ റോളിലാണ് സഞ്ജു എത്തിയത്. ക്യാപ്റ്റൻ രോഹൻ കുന്നുമലിനൊപ്പം ചേർന്ന് ജാർഖണ്ഡ് ബൗളർമാരെ സഞ്ജു കടന്നാക്രമിച്ചു. 95 പന്തിൽ നിന്നാണ് സഞ്ജു തന്റെ സെഞ്ചുറി തികച്ചത്. 9 മനോഹരമായ ബൗണ്ടറികളും 3 കൂറ്റൻ സിക്സറുകളും ആ ഇന്നിംഗ്സിന് മാറ്റുകൂട്ടി. 101 റൺസ് എടുത്ത് പുറത്താക്കുമ്പോഴേക്കും കേരളത്തെ വിജയത്തിന്റെ തീരത്തെത്തിക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു. ഈ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. എതിരാളികളായ ജാർഖണ്ഡിനെ നയിച്ചത് ഇന്ത്യൻ ടീമിലെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി സഞ്ജുവിനൊപ്പം മത്സരിക്കുന്ന ഇഷാൻ കിഷൻ ആയിരുന്നു. T20 ലോകകപ്പ് സ്ക്വാഡിൽ സഞ്ജുവിനൊപ്പം ഇഷാനും ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മത്സരത്തിൽ ഇഷാൻ കിഷൻ തീർത്തും നിറമങ്ങി. 300-ലധികം റൺസ് ടീം നേടിയിട്ടും ക്യാപ്റ്റൻ ഇഷാന്റെ സമ്പാദ്യം വെറും 21 റൺസ് മാത്രമായിരുന്നു. മറുവശത്ത് ഇഷാന്റെ തന്ത്രങ്ങളെല്ലാം കാറ്റിൽ പറത്തി സഞ്ജു സെഞ്ചുറി നേടി. നിങ്ങൾ എന്നെ ടീമിൽ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം, പക്ഷേ എന്റെ ക്ലാസ് നിങ്ങൾക്ക് തകർക്കാനാവില്ല എന്ന് വിളിച്ചു പറയുന്നതായിരുന്നു സഞ്ജുവിന്റെ ബാറ്റിംഗ്. ലോകകപ്പിൽ ഓപ്പണർ സ്ഥാനം സഞ്ജുവിന് നൽകിയ തീരുമാനം ശരിയാണെന്ന് അടിവരയിടുന്ന പ്രകടനമായിരുന്നു ഇത്. കണക്കുകൾ കള്ളം പറയില്ല. ഏകദിനത്തിലെ സഞ്ജുവിന്റെ മികവ്. സഞ്ജു സാംസൺ ഏകദിന ഫോർമാറ്റിൽ അർഹിക്കുന്ന പരിഗണന ലഭിക്കാത്ത താരമാണ്. ലിസ്റ്റ് എ കരിയർ പരിശോധിച്ചാൽ തുടർച്ചയായ 2 മത്സരങ്ങൾ സെഞ്ചുറി നേടിയാണ് സഞ്ജു നിൽക്കുന്നത്. അവസാന 10 ഏകദിന ഇന്നിംഗ്സുകളിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയുടെ നിലവിലെ മുൻനിര വിക്കറ്റ് കീപ്പർമാരെക്കാൾ ബഹുദൂരം മുന്നിലാണ് സഞ്ജു. സഞ്ജു സാംസൺ 49 ശരാശരി, 103 സ്ട്രൈക്ക് റേറ്റ്, 392 റൺസ്. ഋതുരാജ് ഗെയ്ക്വാദ് 40 ശരാശരി. ഇഷാൻ കിഷൻ 37.10 ശരാശരി, 105 സ്ട്രൈക്ക് റേറ്റ്, 371 റൺസ്. ഋഷഭ് പന്ത് 32.60 ശരാശരി, 326 റൺസ്. ഋഷഭ് പന്തിനേക്കാളും ഇഷാൻ കിഷനേക്കാളും മികച്ച ശരാശരിയും സ്ഥിരതയും ഉണ്ടായിട്ടും ഏകദിന ടീമിൽ സഞ്ജുവിന് ഇടമില്ല എന്നത് വിരോധാഭാസമാണ്. ബാക്കപ്പ് കീപ്പർ എന്ന ലേബലിൽ ഒതുക്കപ്പെടുന്ന ഋഷഭ് പന്തിനേക്കാൾ എന്തുകൊണ്ടും ഏകദിനത്തിൽ അവസരം അർഹിക്കുന്നത് സഞ്ജു തന്നെയാണെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. രോഹൻ കുന്നുമലിന്റെ വെടിക്കെട്ട്. സഞ്ജുവിന്റെ സെഞ്ചുറിയേക്കാൾ അല്പം കൂടി തിളക്കം കേരള ക്യാപ്റ്റൻ രോഹൻ കുന്നുമലിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ. സഞ്ജുവിനൊപ്പം ഓപ്പൺ ചെയ്ത രോഹൻ സഞ്ജുവിനേക്കാൾ ആക്രമണകാരിയായിരുന്നു. 124 റൺസാണ് രോഹൻ അടിച്ചുകൂട്ടിയത്. ഇരുവരും ചേർന്ന് 1-ാം വിക്കറ്റിൽ പഴുത്തുയർത്തിയ പാർട്ട്ണർഷിപ്പാണ് ജാർഖണ്ഡിനെ തകർത്തത്. കുമാർ കുശാഗ്രയുടെ 143 റൺസ് എന്ന ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ജാർഖണ്ഡ് ഉയർത്തിയ 311 റൺസ് എന്ന മലയോളം പോന്ന ടോട്ടൽ കേരളം വെറും 42.3 ഓവറിൽ മറികടന്നത് ഈ ഓപ്പണിംഗ് ജോഡിയുടെ കരുത്തിലാണ്. വിഷ്ണു വിനോദും ബാബ അപരാജിതും ചേർന്ന് ഫിനിഷിംഗ് ജോലികൾ ഭംഗിയാക്കിയതോടെ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്ന് കേരളം സ്വന്തമാക്കി. ലോകകപ്പിന് മുൻപുള്ള ആത്മവിശ്വാസം. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഓപ്പണറായി സഞ്ജുവിനെ ഉൾപ്പെടുത്തിയതിൽ ചില കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ താൻ ഏത് പൊസിഷനിലും കളിക്കാൻ തയ്യാറാണെന്നും ഫോം തന്റെ കൂടെയുണ്ടെന്നും സഞ്ജു ഈ ഇന്നിംഗ്സിലൂടെ തെളിയിച്ചു. അതും ഇഷാൻ കിഷനെ പോലൊരു എതിരാളി നയിക്കുന്ന ടീമിനെതിരെ. ഏകദിന ടീമിലേക്ക് തന്നെ പരിഗണിച്ചില്ലെങ്കിലും കളിക്കുന്ന ഓരോ മത്സരത്തിലും തന്റെ മുദ്ര പതിപ്പിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. വിജയ് ഹസാരെ ട്രോഫിയിലെ ഈ സെഞ്ചുറി സഞ്ജുവിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തും.
അത് വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ്. അഹമ്മദാബാദിലെ മണ്ണിൽ സഞ്ജു കുറിച്ച ഈ സെഞ്ചുറി ഇന്ത്യൻ ക്രിക്കറ്റ് സെലക്ടർമാർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പ്രതിഭകളെ അവഗണിക്കാം, പക്ഷേ തളർത്താനാവില്ല.